ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ ഒറ്റപ്പാലം പ്രദേശത്തുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ശബ്ദം അകലെ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, ഒരുപാട് സന്തോഷം ഇങ്ങനൊരു അവസരത്തിൽ നിങ്ങളുമായി അല്പസമയം സംവദിക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ തുടക്കത്തിലെ രണ്ട് സംസാരത്തിലും പറഞ്ഞതിൽ നിന്നും തുടർന്നുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമകാലിക കേരള സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചു കാലം മുൻപെല്ലാം പറഞ്ഞിരുന്ന കാഴ്ചകളും കേൾവികളും എല്ലാം നമ്മുടെ നാട്ടിലും കേട്ടുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, വാർത്തകളിലൂടെ, അന്തിചർച്ചകളിലൂടെയെല്ലാം സാമുദായിക നേതാവ് എന്ന പേരിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വർഗീയ വിഷം തുപ്പിക്കൊണ്ട് സംവരണത്തിന്റെ പേരിലും മറ്റ് കണക്കുകളുടെ പേരിലുമെല്ലാം മുസ്ലിം സമുദായം എന്തൊക്കെയോ നേടിയെടുക്കുന്നുണ്ട് എന്നും അതൊക്കെ മറ്റ് പലരുടെയും അവകാശങ്ങളെ അപഹരിച്ചുകൊണ്ടാണ് എന്നെല്ലാമുള്ള വാർത്തകൾ നമ്മൾ തുടർച്ചയായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങളെ വായിച്ചെടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തെ പോലെ മതേതരമായ സെക്യുലർ ഫാബ്രിക് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള എല്ലാ സമുദായങ്ങൾക്കും എല്ലാ മതങ്ങൾക്കുമെല്ലാം തുല്യമായ അവകാശം വെച്ചുകൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു നാട്ടിൽ വളരെ പതിയെ ആണെങ്കിലും കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അടക്കം വായിച്ചെടുക്കുമ്പോൾ വർഗീയതയ്ക്ക് അറിയാതെയെങ്കിലും ഒരുപാട് വോട്ടുകൾ ലഭിക്കുന്നു എന്നത് നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തേണ്ടതാണ്. ആ ഭയപ്പാടിന്റെ എല്ലാം തുടർച്ചയായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും. ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന മതനിരാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒരു ഭാഗത്ത് മതനിരാസം എന്ന് മാത്രമാണ് നമ്മൾ വായിക്കാറുള്ളതെങ്കിലും മതങ്ങളില്ലാതായാൽ, മതങ്ങൾ അസ്തമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കൂടി വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാധാരണയായ അത്തരം വായനയ്ക്ക് കുറച്ചുകൂടി ആഴം ലഭിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഓരോ രക്ഷിതാവിന്റെയും, മുതിർന്ന തലമുറയിലെ ഓരോ വ്യക്തികളുടെയും ആശങ്ക എന്ന് പറയുന്നത് പുതിയ കാലത്തെ പുതുതലമുറയെ കുറിച്ചുള്ള ആശങ്കയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ലഹരിയുമായി ബന്ധപ്പെട്ട, ലൈംഗികതയുമായി ബന്ധപ്പെട്ട, അതിനെ തുടർന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം വളർന്നു വരുന്ന പുതിയ തരം അഡിക്ഷനുകളുടെയും പ്രശ്നങ്ങളുടെയും എല്ലാം നീണ്ട ലിസ്റ്റ് ആണെങ്കിൽ അതിന്റെ എല്ലാം ഒരു ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന മതമില്ലായ്മയും, അതല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഇത്തരം നിയമങ്ങളെല്ലാം അനുസരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന പുതുതലമുറയുടെ കാഴ്ചപ്പാട് തന്നെയാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അതിനെ വായിച്ചെടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രോഗ്രാമുകളുടെ എല്ലാം പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, പുതിയൊരു കാലത്ത് നമ്മുടെ മക്കളടക്കം പുതുതലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതികളെല്ലാം ഞങ്ങൾ ഇത്തരം നിയമങ്ങളൊന്നും അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നും ഞങ്ങളെ ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കാൻ വിട്ടാൽ മതിയെന്നുമാണ്. അത് കേൾക്കാൻ വളരെ രസമുള്ളതാണെങ്കിലും ഒറ്റ കേൾവിയിൽ ഭയങ്കര സ്വാതന്ത്ര്യമാണ്, സമത്വമാണ് എന്ന് തോന്നുമെങ്കിലും വളരെ ഏറ്റവും എളുപ്പത്തിൽ ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു ഒറ്റപ്പാലം അങ്ങാടിയിൽ തന്നെ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ സ്വന്തം വാഹനം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഓടിക്കുമെന്നും അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്നും ഈ രാജ്യത്തിന് ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ടെന്നെല്ലാം ഒരാൾ വാദിച്ചിട്ട് അയാളുടെ ഇഷ്ടം പോലെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയാൽ എന്താണോ ഈ റോഡിൽ സംഭവിക്കുക അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയെ കുറിച്ച് പറയുമ്പോൾ തന്നെയും ഒരു ഭാഗത്ത് ഈ ലഹരിക്കെതിരെയുള്ള വലിയ വിരുദ്ധ ക്യാമ്പയിനുകൾ ഉദ്ഘാടനം ചെയ്യുന്ന ആളുകൾ മറുഭാഗത്ത് ഇത്തരം ലഹരിക്കെതിരെയുള്ള, ലഹരിക്ക് അനുകൂലമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാലക്കാടാണ് നമ്മൾ എല്ലാവരും കേട്ട വളരെ രസകരമായ ഒരു വാർത്ത സംഭവിച്ചത്. നമ്മുടെ കേരളത്തിന്റെ ബഹുമാന്യനായ മന്ത്രി പാലക്കാട് അങ്ങാടിയിൽ വന്നുകൊണ്ട് സർക്കാരിന്റെ തന്നെ ലഹരി വിരുദ്ധ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നേരെ വാളയാർ പോയിട്ട് പുതിയ മദ്യ ഫാക്ടറിക്ക് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു അർത്ഥത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിനുകൾ എന്നെല്ലാം പറഞ്ഞു വരുന്ന ആളുകൾ തന്നെ പൂർണ്ണമായ രൂപത്തിൽ അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നിടത്ത് എന്താണ് യഥാർത്ഥത്തിൽ മതത്തിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ആർക്കാണ് ലഹരിക്കെതിരെയുള്ള ഏറ്റവും ഉച്ചത്തിലുള്ള ശക്തമായ ശബ്ദം ഉന്നയിക്കാൻ സാധിക്കുന്നത്? ലോകത്തെ ഇന്നേ വരെ കടന്നു വന്ന ഒരു രാഷ്ട്രീയ ചിന്തകൾക്കും അത് പറയാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രീയ ചിന്തകളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്ര വിഭാവനം മാത്രമാണ്. പിന്നെ ആർക്കാണ് സാധിക്കുക? ഇവിടെ കുറെ ഐഡിയോളജികളുണ്ട്. നിരീശ്വരവാദം,
അതല്ലെങ്കിൽ ഫെമിനിസം എന്നെല്ലാം പറയുന്ന ഒരുപാട് വാദഗതികളുണ്ട്. അവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മനുഷ്യനെതിരാണ് ഇത് എന്നോ ലഹരി എന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കുമെന്നോ അവർക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല എന്നാണ് ഉത്തരം. ഇനി മതങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ലോകത്ത് ഒരുപാട് മതങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. സെമറ്റിക് മതങ്ങൾ എന്ന് പറയുന്ന ജൂത മതം മുതൽ ഇസ്ലാമിനെയും ക്രിസ്ത്യാനികളെയും എല്ലാം ഉൾക്കൊള്ളുന്ന അബ്രഹാമിക് പാരമ്പര്യമുള്ള മതങ്ങളുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രത്യേക പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സനാതന ധർമ്മം എന്ന് പറയുന്ന ഹിന്ദു മതം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി ലോകത്ത് അനേകായിരം മതങ്ങൾ അത്തരത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും തന്നെ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തെ നേർക്ക് നേരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്തുകൊണ്ട് പൂർണ്ണമായി മനുഷ്യന് നന്മകൾ മാത്രം പ്രഖ്യാപിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ തുടക്കത്തിൽ ബഹുമാനായ അബൂബക്കർ അതിനെ സൂചിപ്പിച്ചു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായ മതമാണ് എന്ന് പറയുമ്പോൾ ആ പൂർണ്ണത എന്ന് പറയുന്നത് ഇതേവരെ കഴിഞ്ഞു പോയ ജനങ്ങൾക്കും ഇനി വരാനുള്ള മനുഷ്യന്മാർക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്കും പൂർണ്ണമായ രൂപത്തിൽ അത് പിൻപറ്റിയാൽ ഏതൊരർത്ഥത്തിലും നന്മ മാത്രമേ ഉണ്ടാവൂ എന്ന് ഉറക്കെ പറയാൻ സാധിക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ടാണ് ലഹരിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നിടത്ത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന, മനുഷ്യനെ ലഹരിയിൽ എത്തിക്കുന്ന എന്തും ലഹരിയാണ് എന്നാണ്. അതുകൊണ്ട് ലഹരിയുടെ ലിസ്റ്റിൽ നിന്നും ഇസ്ലാമിന് ഏതും പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവിടെ പലപ്പോഴും മദ്യം ലഹരിയുടെ ലിസ്റ്റിന്റെ ഉള്ളിലില്ല. MDMA കുറിച്ചും ലഹരിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ഭയങ്കരമായി വാദോരാതെ സംസാരിക്കുന്ന ആളുകൾക്ക് മദ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല. ഇനി മദ്യം പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ ഒക്കേഷണലി ചെറുതായിട്ടൊക്കെ മദ്യം ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കാത്ത അവസ്ഥയും നിലവിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പൂർണ്ണമായും ഒരു മനുഷ്യന് ഉപദ്രവമാണ് എന്ന നിലയ്ക്ക് ലഹരി നിരോധിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയോ, കേരളത്തിലെ മാത്രം കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഇത്തരം ലഹരി ഉപയോഗത്തിലെ കണക്കുകൾ പരിശോധിക്കുന്നിടത്ത് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും ഈ സമുദായമാണ് അതിൽ ഏറ്റവും കുറവുണ്ടാവുന്നത്. മാത്രമല്ല ആ കുറവ് തന്നെ യഥാർത്ഥത്തിൽ ഈ മതത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാതെ, ഈ മതത്തിന്റെ ശാസനങ്ങൾ ഉൾക്കൊള്ളാത്ത ആളുകൾ മാത്രം അതിന് പുറത്തു പോയി ഉപയോഗിക്കുന്ന കണക്കുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു അർത്ഥത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ നന്മ തിന്മകളെയും വിവച്ഛേദിച്ച് പറഞ്ഞ ഇസ്ലാമിനെ ഒരു ഭാഗത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ മറുഭാഗത്ത് പുതുതലമുറ എത്തി നിൽക്കുന്ന ആശയങ്ങൾ എന്താണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പലപ്പോഴും പുതിയ കാലത്ത് നമ്മൾ കേൾക്കുന്ന വളരെ സിമ്പിളായ ഒരു വാക്ക് എന്ന് പറയുന്നത് എന്റെ ഇഷ്ടമാണ് എന്റെ അവകാശം എന്നാണ്. എന്റെ ഇഷ്ടമാണ് എന്റെ അവകാശം, ഞാൻ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് എന്റെ അവകാശം. ഇതിനാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ലിബറലിസം എന്ന് പറയാം. ഈ ലിബറലിസം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അറിയണം, എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ എല്ലാ വീടകങ്ങളിലെ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഷ്യൽ മീഡിയ കാഴ്ചകളും അവർ കാണുന്ന ഇടങ്ങളും അവരുടെ കൂട്ടുകാരടങ്ങുന്ന അവരുടെ സർക്കിളുമെല്ലാം അവരോട് പറയുന്ന ചിത്രം എന്ന് പറയുന്നത് നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടത്തെ പിന്തുടരാനും അതാണ് പൂർണ്ണമായി നിന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നീ ഉൾക്കൊള്ളേണ്ടത് എന്നുമാണ് അവരെ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ മത നിയമങ്ങൾ അനുസരിച്ച് ഒരു ആൾക്ക് വസ്ത്രം ധരിക്കാനോ, മതനിയമം അനുസരിച്ച് ഒരാൾക്ക് ആരാധനകൾ അനുഷ്ഠിക്കാനോ, മതനിയമങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനോ ദുസ്സഹമായ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലും സംജാതമായി കൊണ്ടിരിക്കുന്നു. വളരെ ഗൗരവത്തിൽ നമ്മൾ കണക്കാക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി അടക്കമുള്ള മറ്റെന്തെല്ലാം അഡിക്ഷനുകൾ പരിശോധിച്ചാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് അത് എന്റെ തീരുമാനമല്ല എന്നും എന്നെയും നിന്നെയും നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച പടച്ച റബ്ബിന്റെ തീരുമാനമാണ് എന്നതായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ലിബറലിസത്തിനെതിരെ നമ്മളടങ്ങുന്ന ഈ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളും ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. പക്ഷെ എന്തെന്നറിയോ, മറ്റൊരു ഭാഗത്ത് ഇതിനെയെല്ലാം അറിയാതെയെങ്കിലും പ്രമോട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഏതൊരടിസ്ഥാനത്തിലാണ് ഇന്ന് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്? പുതിയ കാലത്ത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു ഭാഗത്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാമാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമെന്ന് കണക്കുകളെല്ലാം പറയുമ്പോൾ തന്നെയും മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളും അതിനെ ഭത്സിക്കാനുള്ള തയ്യാറെടുപ്പുകളും അതിന്റെ പ്രവാചകനെയും അതിന്റെ ആശയങ്ങളെയും ഖുർആനിനെയും എല്ലാം ഇത്രത്തോളം ആക്രമിക്കാൻ ശത്രുക്കളെ പ്രേരിപ്പിക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന്റെ ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇസ്ലാം നന്മയുടെ ഭാഷയാണ് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആ നന്മയുടെ ഭാഷയെ ഇഷ്ടപ്പെടാത്ത ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മറുചേരിയിലുള്ളത്. അതുകൊണ്ട് എന്തെന്നറിയോ, നമ്മൾ ഇന്ന് ലോകത്ത് മുഴുവൻ പരിശോധിക്കുന്ന കണക്കുകളിലെല്ലാം
അമേരിക്കൻ ഉൾനാടുകൾ മുതൽ യൂറോപ്പ് മുതൽ ഏഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളടക്കം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ കേരളത്തിൽ വരെയും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ലിം ജീവിതങ്ങളെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. മറുഭാഗത്ത് കൃത്യമായ താല്പര്യങ്ങൾ ഇത്തരം ആളുകൾക്ക് ഉണ്ട് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ ഇവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ പുതിയ തലമുറയെ ഇവർ എങ്ങോട്ടാണ് നയിക്കുന്നത്? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഈ തലമുറയെയും മുൻ തലമുറയെയും ഇനി വരാനിരിക്കുന്ന തലമുറയെയും എല്ലാം നയിക്കേണ്ട ലക്ഷ്യം എന്താണ്? ഈ ലക്ഷ്യം വിവക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ആദർശത്തിനും ദർശനത്തിനും മാത്രമേ യഥാർത്ഥത്തിൽ ലോകത്ത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സഹോദരങ്ങൾ, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ലോകത്തെ വ്യത്യസ്തമായ മതങ്ങളെ പരിശോധിച്ച് നോക്കുക. ആ മതങ്ങളിൽ ഏത് മതങ്ങൾക്കാണ് മനുഷ്യ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം നിർവചിച്ച് നൽകാൻ സാധിക്കും? സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ജീവിതത്തിലെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ലക്ഷ്യങ്ങളാണ് അവന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെങ്കിൽ ഭൗതികമായ ജീവിതത്തിന്റെ അന്ത്യത്തോടു കൂടി ആ ലക്ഷ്യങ്ങളെല്ലാം അവസാനിക്കും. ലോകത്ത് സാമ്പത്തികമായി എന്തെല്ലാം നേടിയെടുത്താലും പൊടുന്നനെയുള്ള ഒരു തകർച്ചയിൽ അതെല്ലാം നഷ്ടപ്പെടും. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെങ്കിൽ ആരോഗ്യത്തിലും നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ചെറിയൊരു രോഗം വന്നാൽ മാത്രം അവസാനിക്കാവുന്നതേ ഉള്ളൂ ആ ലക്ഷ്യം. ഇത്തരത്തിൽ ലോകത്തിൽ നമ്മൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന എന്തെല്ലാം ലക്ഷ്യങ്ങൾ എടുത്താലും അതിനെല്ലാം അതിരും എതിരുമുണ്ട് എന്നത് പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളണം. ആ ഒരു അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം നിർണ്ണയിക്കുന്നത്. എന്താണ് ഇസ്ലാം പറയുന്നത്? പരിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിൽ ലക്ഷ്യം പറയുമ്പോൾ അവിടെ ചേർത്ത് പറഞ്ഞൊരു വർത്തമാനം നമ്മൾ ഏറെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്. മനുഷ്യ ജീവിതത്തിന്റെ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചു. ആ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു കൊടുത്ത ഓർഡർ തന്നെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഒരുപാട് ചിന്തിക്കാനുള്ള വക നൽകുന്നതാണ്. മരണത്തെയാണ് ആദ്യം അള്ളാഹു അവിടെ പ്രതിഷ്ഠിച്ചത്. ശേഷം ജീവിതത്തെ പരാമർശിച്ചു. എന്നിട്ട് പറയാണ് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അവിടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഏറ്റവും നന്നായി ജീവിക്കുക എന്നാണ്. എന്നിട്ട് ഇസ്ലാം തന്നെ ആ നന്നായി ജീവിക്കുക എന്നതിന്റെ വിവക്ഷ കൃത്യമായി നമുക്ക് പറഞ്ഞു നൽകുന്നു. അതാണ് പരിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഹുദ, നേർമാർഗം, സത്യപാത, ഒരു മനുഷ്യൻ ശരിയായി ജീവിക്കേണ്ട വഴി ഏത് എന്നതിന്റെ ഉത്തരം ദാലികൽ കിതാബ്, അത് ഈ പരിശുദ്ധമായ ഖുർആനാണ്. എന്താണ് ഖുർആൻ മനുഷ്യ ജീവിതത്തെ കുറിച്ച് പറയുന്ന ലക്ഷ്യം? അത് ഇഹലോകത്ത് പൂർണ്ണമായും നന്മ തിന്മകളെ മനസ്സിലാക്കി നന്മയുടെ പാതയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ശാശ്വതമായ സ്വർഗമുണ്ട് എന്നുള്ളതാണ്. ഇത്രത്തോളം യുക്തിപൂർണമായ ഒരു നിലപാട് ലോകത്ത് മറ്റൊരാശയത്തിനും മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ എല്ലാം പരാജയം. ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ലോകത്ത് നമ്മൾ ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെതിരെയുള്ള ഓരോ വെല്ലുവിളികളെയും പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നത് ഈ ആശയങ്ങളുടെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഭൗതികമായ മനുഷ്യന്റെ സുഖലോലുപതകൾ മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുതിയ തലമുറയിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം മതം വിട്ടു പോവുക എന്നത് വലിയ ഒരു ആശയമായിക്കൊണ്ടോ അഭിമാനമായിക്കൊണ്ടോ പുരോഗമനമായിക്കൊണ്ടോ അവർ കൽപ്പിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് വന്ന വർഗീയമായ വിഷത്തുപ്പലുകൾ മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി മനസ്സിലാവും. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പാർട്ടിയുടെ നേതാവ് പറഞ്ഞത്, മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടമഴിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പുരോഗമിപ്പിച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ അവകാശത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നേട്ടങ്ങളുടെ ഭാഗമാണ് എന്നാണ്. എന്താണ് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വേഷവിധാനത്തെ ഇത്രത്തോളം ഇവർ വെറുക്കാനുള്ള കാരണം? നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹിജാബ് വിവാദം എന്ന പേരിൽ കേരളത്തിൽ വലിയ വിവാദം കണ്ടത്. എന്താണ് ആ വിവാദത്തിന്റെ അടിസ്ഥാനം? അതിനും കുറച്ചു മുൻപാണ് സ്കൂൾ കുട്ടികൾക്ക് നേരെയുള്ള സൂംബ എന്ന പേരിൽ ഒരു കലാപരിപാടി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തതിന്റെ പേരിൽ സൂംബ വിവാദം ഉണ്ടായത്. ഇതിന്റെ എല്ലാം തുടർച്ച എന്നോണം നമ്മൾ കാണുന്ന ഏതെല്ലാം വാർത്തകൾ വരുമ്പോഴും മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ പരിശോധിക്കേണ്ട അടിസ്ഥാന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്നുള്ളതാണ്. ഇവിടെ സ്കൂളിലേക്ക് ഒരു കുട്ടി തട്ടമണിഞ്ഞു പോകുമ്പോൾ ആർക്കാണ് ഇത്ര ഭയപ്പാടുണ്ടാവുന്നത്? ആരാണ് ഇത്രത്തോളം ഭയപ്പെട്ട് ആ കുട്ടി സ്കൂളിലേക്ക് വന്നാൽ മറ്റു കുട്ടികൾക്കെല്ലാം ഭീഷണിയാണ് എന്ന് പറയുന്നത്? അവിടെ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു മതത്തെയല്ല,
മറിച്ച് ആ മതങ്ങൾക്കെല്ലാം പിന്നിലുള്ള ഒരാശയമുണ്ട്. ആ ആശയം എന്ന് പറയുന്നത് അപരവർഗ വിദ്വേഷത്തിന്റെ അല്ലെങ്കിൽ അപരമത വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ആശയമാണ്. അതുകൊണ്ടാണ് സൂംബ വിവാദം നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വന്ന സമയത്ത് എന്താണ് മുസ്ലിങ്ങളുടെ ഭാഷ്യം എന്ന് കേൾക്കാൻ പോലും ആരും തയ്യാറാവാതെ മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്താനാണ് ഇസ്ലാം ഈ അർത്ഥത്തിൽ സൂംബക്കെതിരെയെല്ലാം ഉറഞ്ഞു തുള്ളുന്നതെല്ലാം പറയുന്ന ആളുകൾ അവരെല്ലാം ചേർത്ത് വെക്കാൻ ശ്രമിച്ച വാദം എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന് ചേരാത്തതാണ് എന്നാണ്. പക്ഷെ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ പുതിയ കാലത്ത് ഉണ്ടായി വരുന്ന പ്രത്യേകമായ ഒരു ആശയം? ആ ആശയത്തിന്റെ അടിത്തറയുണ്ട്. ആ അടിത്തറ എന്ന് പറയുന്നത് ജീവിതം മുഴുവൻ ആഘോഷിക്കാനുള്ളതാണ് എന്നതാണ്. ഏതൊരർത്ഥത്തിലും ജീവിതം പരമാനന്ദത്തിലൂടെ ആഘോഷിച്ച് ഉറഞ്ഞു തുള്ളാനുള്ളതാണ് എന്നാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന DJ പാർട്ടികളുടെയും ക്ലബ്ബുകളുടെയും അന്തിചർച്ചകളിൽ ഈ പറയുന്ന നിശാ പാർട്ടികളെല്ലാം നമ്മൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചകൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളടക്കം പുതിയ കാലത്തെ പുതുതലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആര്, സെലിബ്രിറ്റികൾ ആര് എന്ന് പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കാനോ ജീവിതത്തിൽ നന്മകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നവരോ ആയ ആളുകളെയല്ല, മറിച്ച് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റികൾ എന്നെല്ലാം പറഞ്ഞു വരുന്ന ആളുകളെല്ലാം അവരെ ചെന്നെത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ആഘോഷിച്ച് തിമിർപ്പിൽ ആറാടാനുള്ള ചില കാഴ്ചകൾ മാത്രമാണ്. അതാണ് കഴിഞ്ഞ ന്യൂ ഇയറിനടക്കം നമ്മൾ കേരളത്തിൽ ഇന്ന് കാണുന്ന ഓരോ ആഘോഷങ്ങളുടെയും പിറ്റേന്ന് വരുന്ന കണക്കുകളിലെല്ലാം കാണുന്നത്. ഈ ഒരു ആഘോഷത്തിൽ റെക്കോർഡ് മദ്യവിൽപ്പന. ആ മദ്യവിൽപ്പന തന്നെ കേരളത്തിലെ ഓരോ ജില്ലകളെയും വേർതിരിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ട് ആ ജില്ലകളിൽ ഇത്രത്തോളം കോടിയുടെ മദ്യവിൽപ്പന നടന്നു എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്? അത് ഏതോ ഒരു അർത്ഥത്തിൽ മനുഷ്യന്റെ നേട്ടമാണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കൽപ്പിക്കുന്ന ആ ശരിയായ പാതയിൽ നിന്നും വ്യതിചലിച്ചാൽ അതിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറുഭാഗത്ത് മതവിദ്വേഷം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു തിരഞ്ഞെടുപ്പ് അതിന് വലിയൊരു പാഠം കൂടി നൽകിക്കൊണ്ടാണ് അവസാനിച്ചത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു സാമുദായിക നേതാവ് വന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം ഏതൊക്കെയോ ആളുകളുടെ അവകാശങ്ങളെ അപഹരിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കൃത്യമായി നമ്മൾ ഈ വിഷയം മനസ്സിലാക്കി വെക്കണം. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംവരണവും അവരുടെ അവകാശവും കൃത്യമായും നൽകപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ കണക്കുകൾ വെച്ചുകൊണ്ടായിരിക്കണം ആ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. കണക്കുകൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഹിന്ദു വിഭാഗത്തിലെ ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ 22% കേരളത്തിലെ ആനുപാതികമായ ജനസംഖ്യയിൽ ഉണ്ടാവുന്നത്. ഈ 22% വരുന്ന ആളുകളുടെ സർക്കാർ ഉദ്യോഗത്തിൽ തന്നെയുള്ള ആനുപാതികമായ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഏകദേശം 21%. കൃത്യമായ കണക്ക് പറഞ്ഞാൽ 1,15,000-ൽ പരം ആളുകൾ ആ സമുദായത്തിൽ നിന്നും കേരള സർക്കാരിന്റെ വ്യത്യസ്തമായ ഉദ്യോഗത്തിലുണ്ട് എന്നാണ്. എന്നാൽ മറുഭാഗത്ത് മുസ്ലിം സമുദായത്തെയും മലപ്പുറത്തെയും മലബാറിനെയെല്ലാം പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾ തന്നെ വായിക്കാതെ പോകുന്ന കണക്ക് എന്ന് പറയുന്നത് 2000-ങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സച്ചാർ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടാണ്. എന്താണ് സച്ചാർ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട്? നമ്മുടെ നാട്ടിലടക്കം ഇന്ത്യയിലെ മുഴുവൻ കണക്കുകൾ പരിശോധിച്ചാലും മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന സംവരണ പട്ടികയുടെ സംവരണ ജാതികളിൽപ്പെട്ട ആളുകളെക്കാൾ താഴെയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏകദേശം ഇന്ത്യയുടെ കണക്ക് പ്രകാരം 2% താഴെ മാത്രം വരുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കാളും താഴെയാണ് ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളുടെ സംവരണം എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആരുടെയും അവകാശം അപഹരിക്കപ്പെടാനുള്ളതല്ല എന്നും കൃത്യമായ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ സമുദായത്തിന്റെ പ്രാതിനിധ്യം നഷ്ടപ്പെടുന്നിടത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അത് ബോധ്യപ്പെടുക. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഇന്ന് നമ്മൾ എല്ലാവരും ഭയപ്പെടുത്തുന്ന വാർത്തകൾ വായിക്കുന്ന ഒരിടമാണ്, ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. UP സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവിൽ വായിക്കുന്ന വായന ഉത്തരേന്ത്യയിൽ മുഴുവനായും വീശിക്കൊണ്ടിരിക്കുന്ന സംഘ് പരിവാർ കാറ്റിന്റെ ഭാഗമായി മാത്രം ഉണ്ടായിട്ടുള്ള ബുൾഡോസർ രാജും ആൾക്കൂട്ട അക്രമങ്ങളും പള്ളി തകർക്കലും മാത്രമാണ്. പക്ഷേ സഹോദരങ്ങളെ, ഇന്ന് ഉത്തർപ്രദേശിൽ അടക്കമുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ് അവരുടെ നിയമസഭകളിലുള്ളത് 1-2 മുസ്ലിം MP മാരാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വളരെ തുടർച്ചയായി
കൃത്യമായ രൂപത്തിലുള്ള ആസൂത്രണത്തോടു കൂടി മുന്നോട്ട് വന്ന ഒരു അരികുവൽക്കരണത്തിന്റെ ഭാഗം മാത്രമാണിത്. ഈ അരികുവൽക്കരണം കേരളത്തിലും തുടർന്നു കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ ശബ്ദം പുറത്തു പറയാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അരികുവൽക്കരിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് മാത്രം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകം എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. 9ാം ക്ലാസ് പാഠപുസ്തകം അടക്കം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സർക്കാർ പരിഷ്കരിച്ച് പുറത്തിറക്കിയ പാഠപുസ്തകത്തിലെ വളരെ ആസൂത്രിതമായി ആ പാഠപുസ്തകത്തിൽ നൽകിയ ഉള്ളടക്കങ്ങളിൽ ഇന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത LGBTQIA+ എന്നെല്ലാം പറയുന്ന സ്വവർഗ വിവാഹത്തെയും അതല്ലാത്ത രൂപത്തിലുള്ള വ്യത്യസ്തമായ ലൈംഗിക വൈകൃതങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കൾ ഇന്ന് സർക്കാർ സ്കൂളുകളിൽ പോയി പഠിക്കുന്ന പാഠപുസ്തകത്തിൽ അത്തരം വാർത്തകൾ ഉണ്ട് എന്നും അത്തരം പഠന വിഷയങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞപ്പോ അതിനെ കേൾക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ഇവിടെ ജനകീയ സദസ്സുകൾ നടത്തി നമ്മൾ എല്ലാവരും പോയി കൃത്യമായ റിപ്പോർട്ടുകൾ നൽകിയിട്ടും അതൊന്നും പരിഗണിക്കാതെ അത്തരം പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമാണ്. അതിന്റെ ഒരു കാരണം മാത്രമാണ് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പ്രാതിനിധ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നത് മറ്റൊരാളുടെ അവകാശത്തെ അപഹരിക്കലല്ല എന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. രണ്ടാമത്തേത്, നമ്മുടെ മക്കളുടെ എല്ലാം ഇത്തരം ഘട്ടങ്ങളിലുള്ള പഠനത്തിലും അവരുടെ ജീവിതത്തിലും എല്ലാം വരുന്ന ഈ സാമൂഹികമായ മാറ്റങ്ങളെ തിരുത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായ പ്രാതിനിധ്യം നമുക്ക് ആവശ്യമാണ് എന്ന ബോധവും നമുക്കുണ്ടാവണം. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ LGBTQIA+ മൂവ്മെന്റ് എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കേരളത്തിൽ ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ അതിഗംഭീരമായിക്കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന സ്വവർഗ വിവാഹമടക്കമുള്ള ഈ വിഷയം. എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈ ബോഡി മൈ റൈറ്റ്, എന്റെ ജീവിതം എന്റെ അവകാശമാണ്, എന്റെ ശരീരം എന്റെ ഇഷ്ടമാണ് എന്നെല്ലാം പറയുന്ന, വളരെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഉപ്പാന്റെ പണി നോക്കിയാൽ മതി, ഉമ്മാന്റെ പണി നോക്കിയാൽ മതി, ഞാൻ എന്റെ ജീവിതം നോക്കിക്കോളാം എന്ന് പറയുന്ന ആ ഒരു നിഷേധത്തിന്റെ അത്തരത്തിലുള്ള വർത്തമാനങ്ങളുടെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലിബറൽ ചിന്താഗതിയാണ്. ആ ലിബറൽ ചിന്താഗതിയിൽ നിന്നുമാണ് ഈ പറഞ്ഞ LGBTQIA+ മൂവ്മെന്റ് പോലെയുള്ള ഈ പറഞ്ഞ ആശയങ്ങൾ ഉണ്ടാവുന്നത്. ആ ആശയങ്ങളുടെ അടിസ്ഥാനം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. കേരളത്തിലടക്കം ലോകത്ത് ഇന്നേ വരെയുള്ള മനുഷ്യന്മാരെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ സംവിധാനം, വൈവാഹിക സംവിധാനം, അത് ആണും പെണ്ണും ചേർന്നുള്ള സ്ത്രീ പുരുഷ വിവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ പറയാണ് സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാരമാണ് എന്നും സ്ത്രീയും പുരുഷനും മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് വലിയൊരു പുതിയ കാലത്ത് ചേരാത്ത പ്രാകൃതമായ അപരിഷ്കൃതമായ വാദമാണ് എന്നാണ് ഇവർ പറഞ്ഞത്. അതിന്റെ തുടർച്ചയെന്നോണം നമ്മുടെ മക്കളുടെ പാഠപുസ്തകങ്ങളിലടക്കം അത് പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഒരാണിനും ആണിനും വിവാഹം കഴിക്കാം, അത് അവരുടെ അവകാശമാണ്. ഒരു പെണ്ണിനും വിവാഹം കഴിക്കാം, അത് അവരുടെ അവകാശമാണ്. ഒരു ഭാഗത്ത് പാഠപുസ്തകത്തിലൂടെ അത് പഠിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ കുട്ടികളെല്ലാം കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ സെലിബ്രിറ്റികൾ എന്ന പേരിൽ, റിയാലിറ്റി ഷോകൾ എന്ന പേരിൽ അത് കാണിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇന്റർവ്യൂകൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലെ വ്യത്യസ്തമായ സിനിമകളിലൂടെ പാട്ടുകളിലൂടെയെല്ലാം ഇതേ ആശയം തന്നെ സമൂഹത്തിൽ ഇൻജക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് വ്യത്യസ്തമായ രൂപത്തിൽ തലമുറയിൽ വന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നറിയോ? ഞാൻ ഒരു കണക്ക് മാത്രം പറയാം. ഇന്ന് നമ്മൾ പറയുന്ന അമേരിക്ക എന്ന ആ വലിയ രാജ്യത്ത് 1996 മുൻപ് ഇത്തരത്തിൽ ഈ പറയുന്ന LGBTQIA+ മൂവ്മെന്റുകൾ ഉണ്ടാവുന്നതിന് മുൻപ് ഏകദേശം ആ ഒരു സമൂഹത്തിലെ ആനുപാതികം അനുസരിച്ച് 96% ജനങ്ങളും ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിവാഹ ജീവിതം നയിച്ചവരാണെങ്കിൽ ഈ പറയുന്ന മൂവ്മെന്റിന്റെ എല്ലാം അവസാനത്തിൽ ഇത്തരം വാദഗതികൾ ആ സമൂഹത്തിൽ ഉയർന്നതിന് ശേഷം ഉണ്ടായ അവസ്ഥ ഏകദേശം ജനസംഖ്യയുടെ 40%-60% 60%-മായി ഇത്തരം സ്വവർഗ ലൈംഗികതയും എതിർവർഗ ലൈംഗികതയും മാറി എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും അറിയണം, ഇത് വളരെ പതിയെ നമ്മുടെ സമൂഹത്തിൽ ഇൻജക്ട് ചെയ്യപ്പെടുമ്പോഴും പതുക്കെ നമ്മുടെ സമൂഹം അതിലേക്ക് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നോർമലൈസേഷനാണ് ഇന്ന് നമ്മൾ അതെല്ലാം അവകാശമാണ് എന്ന് വാദിച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി. ഇന്ത്യയുടെ പരമോന്നത കോടതി തന്നെ അതിനെ വിധി തള്ളിക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ അതിനെയെല്ലാം ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ അടക്കമുള്ള മന്ത്രിമാരും വ്യത്യസ്തമായ നേതാക്കളും തന്നെ അവതരിപ്പിക്കുന്ന രീതി നമ്മൾ കാണുന്നത്. ഇനി സഹോദരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്തു നോക്കി നോക്കുക.
അവിടെയും നമുക്ക് ഇതേ കാര്യം കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകളെല്ലാം വളരെ തകൃതിയായി നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം ആളുകൾ വന്ന് പറയുന്നത് കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യണമെന്നാണ്. നമ്മുടെ കുട്ടികളോട് ഇത്തരം ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതാണ്. നമ്മളെല്ലാവരും കണ്ട കാഴ്ചയായിരിക്കും, കഴിഞ്ഞ കേരളത്തിലെ സംസ്ഥാന കലോത്സവത്തിന് വ്യത്യസ്തമായ മീഡിയ ചാനലുകൾ നമ്മുടെ മക്കളുടെ എല്ലാം അടുത്തേക്ക് ഈ പറഞ്ഞ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ പോകും. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് വിചാരിക്കുന്ന നിയമം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾ വളരെ അത്ഭുതത്തോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര അഭിമാനത്തോടുകൂടി പറയാണ്, ഇവിടെ കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യണം. എന്തിനാ മദ്യത്തിനെതിരെ പ്രശ്നം? നമ്മൾ ശരിക്കും അറിയണം ഇത് എന്താണെന്നറിയോ, നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു ഭാഗത്ത് ഇത്തരം ലഹരിയെല്ലാം ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടാവുമ്പോഴും മറുഭാഗത്ത് അതൊക്കെ എന്റെ ജീവിതമായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശത്തിന്റെ മാത്രം ഭാഗമാണ് എന്ന് പറയുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ലിബറൽ ആശയങ്ങൾ ഈ സമൂഹത്തെ പിടിമുറുക്കിയാൽ ഉണ്ടാവുന്ന അപകടം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തടയാൻ സാധിക്കാത്ത അർത്ഥത്തിലുള്ള ദൂരവ്യാപകമായ പ്രശ്നങ്ങളായിരിക്കും. അതിനെ കൃത്യമായി പിടിച്ചു കെട്ടുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം സദസ്സുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തസ്വിയ എന്ന പേരിൽ കേരളത്തിലെ ശാഖകൾക്ക് തോറും മണ്ഡലങ്ങൾ തോറും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഒരു ഭാഗത്ത് മതപരമായി ഉണ്ടാവുന്ന ജീർണതകളെയും അന്ധവിശ്വാസങ്ങളെയും എല്ലാം ചോദ്യം ചെയ്യലാവുമ്പോൾ തന്നെയും മറുഭാഗത്ത് ഇത്തരത്തിൽ പുതുതലമുറയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഇത്തരം വാദഗതികളെ കൂടി അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അവിടെയും അവസാനിക്കുന്നില്ല. പലപ്പോഴും ഈ വിമർശനങ്ങൾ പിന്നീട് തുടരുന്നത് പുതിയ കാലത്തെ ദൈവനിഷേധവുമായി ബന്ധപ്പെട്ടാണ്. മതനിരാസം എന്ന് പറയുന്നത് ദൈവനിഷേധവുമായി നിരീശ്വരതുമായി കണക്ട് ചെയ്തിട്ടാണ്. എന്താണ് ദൈവനിഷേധം എന്ന് പറയുന്നത്? നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നത്, മുൻ തലമുറയിൽ അള്ളാഹു ഇല്ല, പടച്ചവൻ ഇല്ല എന്നൊരു വാദവുമായി ഒരാൾ വന്നാൽ ആ വാദത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലല്ല പുതുതലമുറയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അവരുടെ ജീവിതത്തിന് അത്തരം നിയമങ്ങൾ തടസ്സമായി വരുമ്പോഴാണ് അവർ അത്തരം എതിർപ്പുകളുമായി മുന്നോട്ട് വരുന്നത്. അതാണ് ശരിക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട, വിവാഹവുമായി ബന്ധപ്പെട്ട പുതുതലമുറയുടെ കാഴ്ചപ്പാട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് കണക്കുകൾ പ്രകാരവും അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആനുപാതികമല്ലാത്ത രൂപത്തിലുള്ള വലിയ വളർച്ചയാണ്. ഗ്യാമോഫോബിയ, വിവാഹത്തിനോടുള്ള എതിർപ്പ്. വിവാഹത്തിനോടുള്ള എതിർപ്പ് വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാഗത്ത് കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സംവിധാനമായി, ഒരു സിസ്റ്റമായി നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് തന്റെ കരിയറും എന്റെ സമ്പാദ്യവും ഞാൻ സ്വന്തം കാലിൽ നിൽക്കലുമാണ് എന്റെ അഭിമാനം എന്ന ഈ ചിത്രം തുടർച്ചയായി പുതുതലമുറക്ക് നൽകുന്നത് തന്നെയാണ്. അപ്പൊ അതിന്റെ ആത്യന്തികമായ അവസാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കുടുംബ സംവിധാനം തകരൽ തന്നെയായിരിക്കും. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ പറഞ്ഞ നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട ചിന്തകളും. നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട ചിന്തകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ആ വാദം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം ആർക്ക്? പരമോന്നതമായ നീതി മനുഷ്യന് നൽകാനുള്ള അവകാശം ആർക്ക്? അവിടെ ഇന്ന് നമ്മൾ കേരളത്തിലടക്കം വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾക്കും നീതി നിഷേധങ്ങൾക്കും ഒരാൾക്കും മറുപടി പറയാൻ സാധിക്കാത്ത സ്ഥലത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചോളം കൃത്യമായ മറുപടി പറയാൻ സാധിക്കുന്നത് ഇസ്ലാമിന്റെ ദർശനം എന്ന് പറയുന്നത് ദൈവികമായതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്രഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ച രൂപത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ഭൗതിക ജീവിതത്തിൽ അവൻ ചെയ്യുന്ന തിന്മകൾക്കും നന്മകൾക്കും പരമോന്നതമായ നീതി നടപ്പിലാക്കുന്ന ഒരു ജീവിതം ഈ ജീവിതത്തിന് ശേഷം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായി ദൈവം എന്ന സങ്കല്പം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ഭൗതികമായ ജീവിതത്തോടു കൂടി എല്ലാം അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായ ജീവിതത്തിൽ തന്നെ അതിന്റെ എല്ലാം നീതി നടപ്പിലാക്കപ്പെടണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക, കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളെ കണക്കാക്കുമ്പോൾ കേവലം ഒരു 30-40 വർഷം അത്തരം ആളുകളെ, അത്തരം ക്രിമിനലുകളെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയമാക്കിയാൽ മാത്രം നടപ്പിലാക്കുന്നതാണോ ശരിക്കും നീതി? ഇനിയല്ല, കഴിഞ്ഞ ദിവസം ജയിൽ ശിക്ഷയുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കരണം എന്ന് പറയുന്നത് ജയിലിലെ തൊഴിലാളികൾ, അങ്ങനെയാണ്, ജയിലിലെ ക്രിമിനലുകളല്ല, ജയിലിലെ തൊഴിലാളികൾക്ക് ശമ്പള വർധനവ് നൽകിക്കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള തൊഴിലുറപ്പ് ജീവനക്കാരെക്കാളും സാധാരണ കൂലിപ്പണിക്കാരെക്കാളും വലിയ ശമ്പളത്തിലേക്ക് പരിഷ്കരിപ്പിച്ചുകൊണ്ട്
അവരൊന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും വളരെ സ്വസ്ഥമായി ജീവിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്താ മറുഭാഗത്ത് സംഭവിക്കുന്നത്? സഹോദരങ്ങളെ, അങ്ങനെ ഒരു വാർത്ത വായിക്കുമ്പോൾ നമ്മൾ ആരും വിചാരിക്കേണ്ട അത് കേവലം അത്തരത്തിലുള്ള ഒരു ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ വിചാരിക്കേണ്ട. മറിച്ച് ഇത് നീതി നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ട, നീതി നിഷേധവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ജയിലിലേക്ക് പോകുന്ന ആളുകളടക്കം സുഖലോലുപതയിൽ കഴിയുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ, നീതി നിഷേധിക്കപ്പെട്ട, അപഹരിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭൗതികമായ ജീവിതത്തിൽ ഒരിക്കലും നീതി നടപ്പിലാക്കപ്പെടുന്നില്ല. ആ നീതി എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ നീതി ലഭിക്കാനുള്ള ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത് മനുഷ്യന് മരണാനന്തരമുള്ള ഒരു പരലോകം മാത്രമാണ്. ആ പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ഇനിയോ അതേ ദൈവവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെയും എന്റെയും ശരികൾക്കിടയിൽ അള്ളാഹുവിന്റെ ശരി തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഭാഗത്ത് മോഷ്ടിച്ച് നടക്കുന്ന ഒരു മോഷ്ടാവ്, അയാൾക്ക് ഓരോ തവണ മോഷ്ടിക്കുമ്പോഴും അയാളുടെ സമ്പാദ്യം കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം മോഷ്ടിക്കൽ ശരിയാണ്. എന്നാൽ മോഷ്ടിക്കപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വത്തും സമ്പാദ്യവും എല്ലാം അപഹരിക്കപ്പെടുകയാണ്. അവനത് തെറ്റാണ്. എങ്ങനെയാണ് ഇവർക്കിടയിലെ ശരി കൃത്യമായി വിവരിക്കാൻ സാധിക്കുക? അവിടെയാണ് ഇസ്ലാം കൃത്യമായും ദൈവത്തിന്റെ നിയമത്തെ പ്രതിഷ്ഠിക്കുന്നത്. നമ്മുടെ എല്ലാം സബ്ജക്റ്റീവായ ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സമയത്തെയോ കാലത്തെയോ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ നിയമങ്ങൾ കടന്നു വരുന്നിടത്ത് അമേരിക്കയിലൊരു മനുഷ്യനും, ഇന്ത്യയിലൊരു മനുഷ്യനും, യൂറോപ്പിലൊരു മനുഷ്യനും, ഇനി ജീവിച്ചിരിക്കാൻ പോകുന്ന ഭാവി തലമുറയിലൊരു മനുഷ്യനും, ഈ കഴിഞ്ഞു പോയ തലമുറയിലെ മനുഷ്യന്മാർക്കുമെല്ലാം ഒരേ നിയമം ബാധകമാക്കുന്നതോടുകൂടി ആ തലമുറയിലും വരാനിരിക്കുന്ന തലമുറയിലും എല്ലാമുള്ള ശരി തെറ്റുകൾ എന്ന് പറയുന്നത് പെർമനന്റ് ആയി മാറുന്നു. ശരി തെറ്റുകൾ മാറുന്നതേയില്ല. അതുകൊണ്ട് 1500 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് 2025 ഹറാമാണ്. ഇനി 3000ങ്ങളിൽ എത്തിയാലും അത് ഹറാമ് തന്നെയാണ്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ദൈവവിശ്വാസത്തെ വായിച്ചെടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് അത്തരത്തിൽ ഇസ്ലാമിനെയും അതിന്റെ ദർശനത്തെയും നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് നമ്മൾ കാണുന്ന ഇത്തരം വിശ്വാസ ജീർണതയുടെയും മതനിരാസത്തിന്റെയും പുതിയ തലമുറയിൽ വർദ്ധിച്ചു വരുന്ന ഈ ലിബറൽ ചിന്താഗതികളുടെയും എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബ സംവിധാനത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന ഈ അവസ്ഥയാണ്. അവിടെ എന്റെ മുമ്പിലിരിക്കുന്ന, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാം ഉണ്ട്. കേവലം ഒരു 10ാം ക്ലാസ് വരെ നമ്മുടെ കുട്ടികൾ പറഞ്ഞയക്കപ്പെടുന്ന മദ്രസകളിൽ നിന്നും ജീവിതത്തിലുടനീളം അവർക്ക് പാലിക്കാനുള്ള നിയമങ്ങൾ ലഭിക്കും. നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഓരോ ദിവസവും അവർ സ്ക്രോൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ അവർ കാണുന്ന ഓരോ കാഴ്ചകൾക്കും മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ മതബോധത്തോടു കൂടി വളരേണ്ട അനിവാര്യത ഇന്നുണ്ട്. അത് നിസ്സാരമായി നമ്മൾ കാണരുത്. പലപ്പോഴും പല രക്ഷിതാക്കളും പറയാം, അതിനിപ്പോ നോക്കിയിട്ട് കാര്യമില്ല, ആ കുട്ടി അങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഗതികളിലേക്ക് നമ്മുടെ തലമുറ എത്തുന്നത് എന്തുകൊണ്ടാ? ഈ ഒരു വിഷയത്തിൽ ഗൗരവകരമായ ചിന്ത തുടക്കത്തിലേ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ കുടുംബ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്താനുള്ള ഒരു ശ്രമം നമ്മൾ നിർബന്ധമായും ഉണ്ടാക്കണം. നിർബന്ധമായും പറയുകയാണെങ്കിൽ 12ാം ക്ലാസ്സിൽ താഴെയുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം രാത്രി സമയങ്ങളിലെ അവരുടെ പുറത്തുള്ള കറക്കങ്ങളും, രാത്രി സമയങ്ങളിലെ അവരുടെ കൂട്ടുകെട്ടുകളും, അതല്ലാതെ ഈ പറയുന്ന ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ ഉപയോഗമെല്ലാം കൃത്യമായ രൂപത്തിൽ തടയുവാനും അതിൽ കൃത്യമായ നിയമങ്ങൾ പാലിക്കുവാനും എല്ലാം രക്ഷാകർതൃ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അടുത്തൊരു സമയത്ത് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പയിന്റെ ചെറിയൊരു സൂചന മാത്രം നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്ഡ് നേഷൻ എന്ന് പറയുന്ന വികസിത രാജ്യമായ ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചത്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും സ്നാപ്ചാറ്റും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത് നിരോധിച്ചുകൊണ്ട് ആ രാജ്യം നിയമം പാസാക്കി. ആ നിയമം പാസാക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ ബാല്യകാലം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നമ്മുടെ കുരുന്നുമക്കൾ കാണുന്ന കാഴ്ചകൾ എന്താന്നുള്ള നല്ല കൃത്യമായ ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ഈ പറയുന്ന 15 വയസ്സിന് താഴെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം, മൊബൈൽ ഫോൺ ഉപയോഗം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ ഒരു ക്യാമ്പയിനുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ ക്യാമ്പയിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾക്കിടയിൽ തന്നെ അശ്ലീലമായ കാഴ്ചകളും അത്തരത്തിലുള്ള സംസാരങ്ങളും അത്തരത്തിൽ വഴിവെട്ട ബന്ധങ്ങളും ഈ പറയുന്ന ലഹരി അടക്കമുള്ള മാരകമായ ഈ ട്രാപ്പുകളിലേക്ക്
വലിയ കെണികളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുന്ന ഇത്തരം ചിന്തകളെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനെ തടയിടുക എന്നുള്ളതാണ്. ആ ഒരു തടയിടാനുള്ള ഈ ഒരു ക്യാമ്പയിനുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ തീരുമാനമെടുക്കാൻ തയ്യാറാവണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അതിന്റെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, അതിന് കൃത്യമായ സമയം ക്രമീകരിച്ചുകൊണ്ട് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന അപകടങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ആ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതപരമായ പാഠങ്ങൾ നമ്മുടെ പുതുതലമുറക്കും യുവതലമുറക്കുമെല്ലാം നൽകാനുള്ള കൃത്യമായ ഒരു ബോധ്യവും എല്ലാം നമുക്ക് ഉണ്ടാവണം. അള്ളാഹു അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.